ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇതുവരെയ്ക്കും ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ എൻ്റെ പേര് ദിവ്യ കേട്ടോ. ദിവ്യ, എൻ്റെ സ്ഥലം കിളിമാനൂരാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ദേവൂട്ടി നല്ല ഉറക്കമാണ്. നല്ല മഴയല്ലേ, അപ്പോൾ നല്ല ഉറക്കമാണ്. എണീച്ചില്ല, ഒരു 7-7:30 ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുണിയൊന്നും തേക്കണം. അപ്പോഴും അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. എന്നെ പരിചയപ്പെടുത്തി ഞാൻ കഴിഞ്ഞു. ഇനി അടുത്ത രാവിലെ ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. രാവിലത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ കുടയൊക്കെ മൊത്തം ഓടിച്ച് പറക്കി വെച്ചേക്കുവാണ്. അവന് കുഞ്ഞി കുടയൊക്കെ കിട്ടി, എൻ്റെ ചേച്ചി മേടിച്ചെടുത്ത കുടയുണ്ട് കേട്ടത്. അങ്ങനെ അവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കി തേക്കാനുള്ള പരിപാടിയാണ്. രാവിലെ തന്നെ ജോലിക്ക് പോകണം ചേർന്ന്. അപ്പോൾ അതിന് വേണ്ടി തേക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഈ പഴമെന്ന് വെച്ചാൽ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ ആ സംഭവത്തിൽ ബാക്കിലിങ്ങനെ പേപ്പർ ചുരുട്ടി വെച്ചാൽ ചീത്തയായി പോകത്തില്ല എന്നും പറഞ്ഞു. അങ്ങനെ അത് കണ്ട് നല്ല പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഇതേ കഴിഞ്ഞ് ചേട്ടൻ തുണിയൊക്കെ തേച്ച് കൊടുത്തു. ചേട്ടൻ പോവാൻ റെഡിയായി, ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡിയായി. അടുത്ത വണ്ടി എടുക്കാൻ പോകാൻ വേണ്ടിയാണ് ചെരുപ്പൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ചെറിയ പനിയുണ്ട്, വണ്ടിയൊക്കെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മുറ്റത്ത് വന്നിരുന്ന് ചുമ്മാ വന്നിരുന്ന് വായ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മുഖം തന്നെ കണ്ണാടി നോക്കി സൗന്ദര്യം കാണുവാണ് ഞാൻ. അങ്ങനെ വേറെ കണ്ണാടിയല്ല, ഫോണിൽ. അങ്ങനെ ചേട്ടൻ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി, മണ്ണ് കയറി കിടന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി ബാഗ് എടുത്ത് വെച്ച് പോകാൻ പോണു. പിന്നെ അങ്ങനെ ചേട്ടൻ പോയി. ഇനി അടുത്ത് ഞാനും ദേവൂട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ, വേറെ ആരുമില്ല. അങ്ങനെ അടുത്ത് പല്ലേക്കാൻ വേണ്ടി പോവുകയാണ്. പല്ലൊക്കെ തേച്ചില്ല കേട്ടോ, പല്ലേക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് കേട്ടോ വീടിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ നനവ് പിടിച്ച് കിടക്കുന്നു. അതുപോലെ തെന്നലുണ്ട്. തുണികളെല്ലാം വാരി കഴുകി ഇട്ടിരിക്കുവാണ്. അങ്ങനെ ഇതിനിടെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ദേവൂട്ടി ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് അധികം വലുതായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ചെറുതായിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത പിന്നെ സ്കിൻ കെയർ ആണ്. രാവിലെ തന്നെ മോയ്സ്ചറൈസറൊക്കെ ഇടാൻ പോവുകയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ടു. പക്ഷേ എനിക്ക് ഒരു സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റാൻഡിൽ ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല കേട്ടോ ഫോൺ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, ഒരു ബാഗിൻ്റെ മണ്ടിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ മോയ്സ്ചറൈസർ, അത് ഏതിൻ്റെയെന്ന് വെച്ചാൽ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് സുന്ദരിയായി. ഇനി അടുത്ത കാപ്പി കുടിക്കാൻ പോവുകയാണ്. വേറെ സ്കിൻ കെയർ ഒന്നുമില്ല കേട്ടോ. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഇടത്തില്ല, മുഖത്തും ഇടത്തില്ല, തലയിലും ഇടത്തില്ല. അങ്ങനെ ദോശയും സാമ്പാറും ചായയും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇനി അടുത്ത മുടിയിലാണ്, തലയിൽ ചെയ്യാനുള്ള സംഭവമാണ്. തലയിൽ വേറെ ഒന്നുമില്ല, സ്ഥിരം തേക്കുന്ന എണ്ണയാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ എണ്ണ. കുപ്പി വേറെയാണ്, സാനിറ്റൈസറിൻ്റെ കുപ്പിയെന്നേ ഉള്ളൂ. അങ്ങനെ മുടി ഫുള്ള് പോയി കേട്ടോ. എനിക്കറിയത്തില്ല, ഗുളിക കഴിക്കുന്നതുകൊണ്ടാണോ എന്തോ ഇനി മുടി ഫുള്ള് കൊഴിയുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ തലയോട്ടി കാണാൻ പറ്റുന്ന രീതിയിലായിട്ടോ മുടി. നീളം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഒട്ടും കനവില്ല. എല്ലാം മുടിയും പോയി, മൊത്തവും പോയി. അങ്ങനെ എണ്ണ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കയ്യിലൊഴിച്ച് ആക്കാൻ പാടരുതി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ അമ്മയാണെങ്കിൽ ഒരിത്തിരി പൂല് ഇങ്ങനെ കയ്യിലൊഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് തേക്കുമ്പോൾ അടിപൊളിയായിട്ട് വരും കേട്ടോ. ഫുൾ എണ്ണയാവും കേട്ടോ. ഞാൻ എത്ര തേച്ചാലും അങ്ങനെ വരത്തില്ല. അങ്ങനെ എണ്ണയൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് റെഡിയാക്കി. മുടി എനിക്ക് ആദ്യം ഇത്ര മുടി ഇല്ലായിരുന്നു. ആദ്യമെന്ന് വെച്ചാൽ കുഞ്ഞിലൊന്നും തൊട്ട് മുടിയില്ലായിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ട് മുടിയില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ എനിക്ക് എൻ്റെ വാശി കാരണമാണ് ഞാൻ മുടി വളർത്തിയിട്ടത്. ഭയങ്കര വാശിയായിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കുന്നു എന്ന്, മുടിയൊക്കെ വളർത്തണമെന്ന്. അങ്ങനെ ഒരു 7-ാം ക്ലാസ് കഴിഞ്ഞ് 8, 9 ആയപ്പോഴാണ് കുറച്ച് വളർന്നു തുടങ്ങിയത്. 9-ലും അത്ര ഇല്ലായിരുന്നു. 10-12 ക്ലാസ്സിലൊക്കെ ആയിരുന്നു മുടി ഇത്തിരി ഒന്ന് വളർന്നു കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ മുടി. എൻ്റെ എണ്ണയുടെ കളറാണ് കേട്ടോ അത്. ഒരു പച്ച കളർ പോലത്തെ എണ്ണയാണ്. ഇത് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. ദേവൂട്ടി ഇപ്പോൾ അങ്ങോട്ട് ഉറക്കം എണീച്ചുള്ളൂ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉറക്കം എണീച്ച് കളിക്കുവാണ്. ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ അങ്ങനെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. 2 മടക്ക് ബണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തപ്പോൾ ചെവിയിലൂടെ വീണ്ടും മുടിയിരിക്കുന്നു. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് കേട്ടോ. ഗുളിക കഴിക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. ഇനി അതുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ, മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട്. അതുമല്ല ഞാൻ മുടിയിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ.
പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഗുളിക കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. രാവിലെ തന്നെ ഫോളിക് ആസിഡും അയണും ഉണ്ട് കഴിക്കാൻ. ഗർഭകാലത്ത് എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാൻ കാണിക്കുന്നത് SIT ഹോസ്പിറ്റലാണ് കേട്ടോ, തിരുവനന്തപുരത്തുള്ള. സ്ഥിരമെന്ന് വെച്ചാൽ ആദ്യം മോൻ്റെതും ഇവിടെ തന്നെ ആയിരുന്നു, ഇപ്പോഴും ഇവിടെ തന്നെ കേട്ടോ. അങ്ങനെ ദേവുട്ടി ഇത്രയും സമയമായിട്ട് ഉറക്കം എണീച്ചില്ല, നല്ല ഉറക്കമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ. ഒരു ദിവസം രാവിലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.